കേസി ഉളുപ്പുണ്ടോ ഇത്തിരിയെങ്കിലും? ഇതെന്തിനു ചോദിച്ചു എന്നല്ലേ? 2025 കെ.സി. വേണുഗോപാൽ കേരളത്ത് ആര് മുഖ്യമന്ത്രിയാവണം, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് അന്ന് കൊടുത്ത ഉത്തരവും ഇന്ന് അദ്ദേഹം പറയുന്ന ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങേർക്കില്ല. ആ ഒരു വീഡിയോ ക്ലിപ്പ് രാഹുൽ ഗാന്ധിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കെ.സിയെ ചവിട്ടി പുറത്താക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. 2025 കെ.സി പറഞ്ഞ ആ ഒരു നടുക്കുന്ന വീഡിയോ ഞാനിപ്പോൾ വെച്ചു തരാം. അതിനുശേഷം കെ.സി ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ആവത്തില്ല. ഇതിന്റെ കാരണം കെ.സി മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കണം. ആ മണ്ഡലക്കാർ, അതായത് കെ.സിയെ നിർത്താൻ പോകുന്ന ആ ഒരു മണ്ഡലക്കാർ പറയുന്ന ഒരു വാക്കുകളുണ്ട്. ഞങ്ങൾ യാതൊരു കാരണവച്ചാലും കെ.സിക്ക് വോട്ടിടൂല. ഞങ്ങൾ വോട്ടിട്ട് ജയിച്ചാൽ മാത്രമല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയാവൂ. ഞങ്ങൾ ചത്താലും അദ്ദേഹത്തിന് വോട്ടിടൂല എന്ന് ആ മണ്ഡലക്കാർ പറയുന്ന നടുക്കുന്ന മറ്റൊരു വീഡിയോയും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ആദ്യം കാണണം. രാഹുൽ ഗാന്ധി ഞെട്ടലിൽ, പ്രതിഷേധം അതിശക്തം. അതായത് നമ്മുടെ വി.ഡി. സതീശന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് നേരെ സൈബർ അറ്റാക്ക് ആണ് എല്ലാവരും പറയുന്നത്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ട് നല്ലവരായ എല്ലാ മലയാളികളും, CPM-കാരും BJP-ക്കാരും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്, കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാൽ പിണറായി വിജയൻ ഭരിച്ച അതേ അവസ്ഥ വരും. അതുകൊണ്ട് വി.ഡി. സതീശനാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചത്. വി.ഡി. സതീശൻ ഒന്ന് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് 100-ലേറെ സീറ്റ് UDFന് കിട്ടിയത്. അതുകൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോട് ഓരോ അണികളും എല്ലാവരും പറയുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ ഞെട്ടുകയാണ്. മലയാളികൾ വലിയൊരു സംഭവം തന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ, ഞാൻ അതിന്റെ മ്യൂസിക് മ്യൂട്ട് ചെയ്യാം. അതായത് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് പോയത് 1,07,000 കമന്റ് ആണ്. അതിൽ 1,00,000 കമന്റും ഈ പറയുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞിട്ടാണ്. രാഹുൽ ഗാന്ധി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നേതാവിന് വേണ്ടിയിട്ട് ഇത്രയധികം ജനങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നത് എന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധി പറയുകയാണ്. നോക്കൂ നിങ്ങൾ, MLA-മാർ ഭൂരിപക്ഷം വോട്ടിട്ടത് കെ.സി ആവണമെന്നാണ്. നല്ല പൈസ കിട്ടിയിരിക്കും. കെ.സിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഒരു പക്ഷേ എല്ലാ MLA-മാരോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഞാൻ മന്ത്രി തരാം, അത് തരാം, ഇത് തരാം. ഒരു കാര്യം പറയാം, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ കെ.സിക്ക്? കെ.സി മുഖ്യമന്ത്രിയാവാൻ ഒരു ഇത്തിരി പോലും, മുഖ്യമന്ത്രി ചർച്ചയിൽ വരേണ്ട ആളല്ല കെ.സി. മുഖ്യമന്ത്രി ചർച്ചയിൽ വരേണ്ട 3 പേര്, ഒന്ന് ഈ പറയുന്ന കെ. സുധാകരന്, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല. ഇവരാണ് കേരള പൊളിറ്റിക്സിന് കോൺഗ്രസിന് വേണ്ടി നയിച്ചവര്. കെ.സി എന്ത് ചെയ്തു? ഒരക്ഷരം പോലും മിണ്ടാത്ത, ഡൽഹിയിൽ മിണ്ടാതിരുന്ന കെ.സിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കുമോ? മലയാളികൾ പൊറുക്കുമോ? ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ശേഷം കാണാം. ഓക്കെ, കെ.സി 2025 പറഞ്ഞത് നിങ്ങൾ ഒരു അക്ഷരം പോലും മിസ് ചെയ്യാതെ ഒന്ന് കാണണം. ഓക്കെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാരായിരിക്കും. മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ലാത്ത സാഹചര്യം. അതിന് നേതൃത്വം നൽകേണ്ടത് എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും അപ്രോച്ചബിളായ ഒരു നേതാവായിരിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും യോഗ്യനായ ആൾ ശ്രീ കെ.സി. വേണുഗോപാലാണെന്ന് പറയുന്നു. ചോദ്യം ബിനു എന്നോട് മുൻപ് ചോദിച്ചതാണ്, ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. ഞാൻ കൃത്യമായിട്ടും പറയും. ഇപ്പം ഒറ്റ കാര്യത്തിൽ എനിക്ക് സങ്കടം ഉണ്ടാവാറുള്ളൂ. ചിലപ്പോഴും നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എൻ്റെ പേരും കൂടെ പരാമർശിക്കപ്പെടാറുണ്ട്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ബേസിക്കലായിട്ട് അവിടെയാണ് എൻ്റെ ഇഷ്യൂ. ഞാൻ ബേസിക്കലായി കേരളത്തിൻ്റെ റൂട്ടിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അടികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ട്. ഓരോ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറന്നിറങ്ങി വരേണ്ട ഒരാളൊന്നുമല്ല. പിന്നെ എൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്കെൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചെഴുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും മേൽവ്യാസത്തിൽ പറന്നിറങ്ങി വരും എന്ന് വരുത്തിരിക്കാന്ന് വേണുഗോപാലിന്റെ യോഗ്യത ആരും ചോദ്യം ചെയ്തു. ചില ചോദ്യം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ താങ്കൾ ചോദ്യം ചെയ്യുന്നു അല്ല പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ സംഘടനകളുടെ തലപ്പത്ത് വന്ന MP ആയി, MLA ആയി, മന്ത്രിയായി,
കേന്ദ്രമന്ത്രിയായി അപ്പൊ ഇപ്പോൾ AICC-യുടെ പ്രധാനപ്പെട്ട റോളിൽ വന്നു. നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട് വിനു. നിങ്ങൾ എത്രയോ ഞാൻ താങ്കൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ചില ചാനൽ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പൊ എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDF-ൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. കഴിഞ്ഞ വർഷം KC പറഞ്ഞതാണ് 2025 എണ്ണി നോക്കിയാൽ ഒരു വർഷം പോലും ആയിട്ടില്ല, 10-9 മാസമാണ് ആയത്. അന്ന് KC പറഞ്ഞത് എന്താണ്? എനിക്കൊരു സ്ഥാനവും വേണ്ട, ഞാൻ അതായത് ചെറിയ രീതിയിൽ ഒന്ന് അവിടെ പോയി നിന്നോളാം, എനിക്കൊരു സ്ഥാനവും വേണ്ട, പാർട്ടിയാണ് വലുത് എന്നാണ് KC അന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നാണമുണ്ടോ? KCയുടെ പേര് തന്നെ KCയുടെ അണികളാണ്. അണികൾ എന്ന് പറഞ്ഞാൽ ഒരു 100 പേരും ഇല്ല. രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങിയാൽ ആരോ ലക്ഷക്കണക്കിന് പൈസ കൊടുത്തിട്ട് 2-3 പേര് പോയിട്ട് ഫ്ലക്സ് വെക്കുകയാണ്. അത് മാത്രമാണ്. ഒരു കമന്റ് പോലും ഞാൻ അത്ഭുതപ്പെടുകയാണ്. റിപ്പോർട്ടറിന്റെ താഴെയോ അല്ലെങ്കിൽ എന്റെ ചാനലിന്റെ താഴെയോ ഏഷ്യനെറ്റിന്റെ താഴെയോ ഒരാളുടെ താഴെ പോലും KC മുഖ്യമന്ത്രി ആവണമെന്ന് ഒരു പേര് പോലും കമന്റ് ഇടുന്നില്ല എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ്. KCക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത ചില MLA-മാരായിരിക്കും KCക്ക് വോട്ടിട്ടത്. അല്ലെങ്കിൽ 4 ആൾക്കാർ രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ 4 ഫ്ലക്സ് വെച്ചാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ്. ഇങ്ങേര് 9 മാസം മുമ്പ് പറഞ്ഞത് എനിക്കൊരു സ്ഥാനവും വേണ്ടെന്നല്ലേ? ഇങ്ങേര് തന്നെ സ്വയം ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഇങ്ങേർക്ക് തന്നെ അറിയില്ലേ കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന VD സതീശനും രമേശ് ചെന്നിത്തലൊക്കെ ചത്ത് പണിയെടുക്കുമ്പോൾ ഒരു വാക്കെങ്കിലും പിണറായി വിജയനെതിരെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ UDF-നെതിരെ ഒരു വാക്കെങ്കിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതെ ഡൽഹിയിൽ ഇരുന്ന് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനമാണ് ഇത്? എന്താണ്? മലയാളികൾ ഞങ്ങളിട്ട് വോട്ടിന് വിലയില്ലേ? ഓക്കെ, നമുക്ക് KC വേണുഗോപാൽ ഇനിയിപ്പോ AICC മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ മത്സരിക്കണമെന്ന് ഒരു മണ്ഡലം വേണമല്ലോ. ആ മണ്ഡലക്കാർക്ക് എന്താണ് പറയാനുള്ളത്? അതൊന്ന് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ശക്തി കേന്ദ്രമായ ഇരിട്ടിയിലാണ്. ഇത്തരത്തിൽ VD സതീശനായി ജനം തെരുവിലിറങ്ങുന്ന, VD പക്ഷം ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്താണ് നിങ്ങൾ പ്രധാനമായി ആവശ്യപ്പെടുന്നത്? നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് സതീശൻ വേണം, എന്നാലും ഇവിടെ ഇതാവും. നമുക്ക് സതീശൻ തന്നെ ഇവിടെ വരണം. ഒരു കേസ് വന്നതിനും കാര്യമൊന്നുമില്ല. ഈ 5 വർഷം അയാൾ അധ്വാനം കൊണ്ടാണ് കേരളം കിട്ടാൻ കാരണം, വേറെ ആരല്ല. ഇരിക്കൂറ് ഇപ്പൊ സണ്ണി ജോസഫ് ഉള്ളത്. കേസ് വന്നിട്ട് ഒരു കാര്യം അവിടെ നടക്കൂല. അത് ഇരിക്കൂർ അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ജയിക്കാൻ പെടുകയില്ല. ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ KC ജയിച്ചു പോകാനാവൂല. മുഖ്യമന്ത്രി ആണ്ടത് അത് നമ്മൾ വിദേശത്ത് നിൽക്കുമ്പോൾ പറഞ്ഞ, ഞാൻ അബുദാബിയിൽ നിന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അന്ന് അയാളെ പ്രസ്താവനയില് സതീശനാണ് മുഖ്യമന്ത്രി. 5 കൊല്ലം കഷ്ടപ്പെട്ട് ഇത്രയും ഇതാക്കിയിട്ട് പിന്നെ സതീശൻ വരണമെന്ന് പറഞ്ഞാൽ അത് പറ്റൂല. നമുക്ക് സതീശനാണ് മുഖ്യമന്ത്രിയാണ്. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്താണ് നിങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം? എന്താ? അയാള് രാഘുമ്പാന്റെ അധ്വാനിച്ചിട്ടായതാന്ന് അല്ല, കിട്ടൂല. 5 കൊല്ലം അയാളെ ഓയെന്ന് ഇതായതാ, ഷാപ്പി പറമ്പു അയാള്. അതുകൊണ്ട് സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടണം നമുക്ക്. കഷ്ടപ്പെട്ട സതീശൻ KC പോയടത്തൊക്കെ എല്ലാം പ്രശ്നമാണ്. കർണാടകത്തിലായാലും ശരി, മറ്റേത് സ്റ്റേറ്റിൽ പോയാലും അവിടെയെല്ലാം ഉപമുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടേ ഉള്ളൂ. അത് ഇവിടെ വേണ്ട. ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ വേണ്ടു, അത് ഉണ്ടെങ്കിൽ VD സതീശൻ മാത്രം. ഇത്തരത്തിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനമുണ്ടല്ലോ, അപ്പൊ ആ ഒരു തീരുമാനത്തെ ഹൈക്കമാൻഡ് മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാ ജനങ്ങളും കൂടി വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ഒരു ജനനായകനുണ്ട്, അത് സതീശനാണ്. ആ സതീശന് മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ സണ്ണി ജോസഫ് ഒക്കെ വലിയ രീതിയിൽ KCക്കാണ് പിന്തുണ നൽകുന്നത്. അയാൾ ആർക്കും നൽകിയിട്ടൊന്നുമില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇയാൾ ഒന്നും പറഞ്ഞിട്ടില്ല. അണികളുടെ ആവശ്യമാണ് ഇത്തരത്തിൽ അണികൾ ആവശ്യമാണ്. അണികൾ വെച്ച് നമ്മളിപ്പം പൊരുത്തത് നമ്മളെ ഇതിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചതും അദ്ദേഹമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്ത ആളെ നോക്കണല്ലോ ആരാ വേണ്ടത്. പിന്നെ ജനങ്ങളില്ലാണ്ട് നേതാക്കന്മാരാവൂലോ. KC വരുന്നത് തീർത്തും അനാവശ്യമാണ് എന്ന് തന്നെ നിങ്ങൾ. 2 തെരഞ്ഞെടുപ്പ് വേണോ? 2 തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പും വേണ്ടി വരും, MLA തെരഞ്ഞെടുപ്പും വേണ്ടി വരും. 2 തെരഞ്ഞെടുപ്പ് വേണം. അത് അനാവശ്യ ചെലവല്ലേ? 2 തെരഞ്ഞെടുപ്പല്ല, ഉറപ്പായിട്ടും 4 തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതായത് KC തോക്കും. പൊന്നു മനുഷ്യന്മാർ, നിങ്ങൾ എഴുതി വെച്ചോളൂ. എനിക്ക് അദ്ദേഹത്തോട് വലിയ വെറുപ്പൊന്നും ഇല്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. കമന്റ് ബോക്സ് കണ്ടാൽ മതി. 10,000 വോട്ട് പോലും കിട്ടത്തില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഇത് 8ന്റെ പണിയാണ് കേന്ദ്രം. ഇത് വലിയ ഫീൽഡ് ഔട്ട് ആവും. KC അങ്ങാലം തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഇല്ലാതാവും. അപ്പോ എനിക്ക് രാഹുൽ ഗാന്ധിയോടൊക്കെ പറയാനുള്ളത്,
ഇത്തിരി ചിന്തിച്ചിട്ട് ഇത് മലയാളികളാണ്, ഇത് ഉത്തർപ്രദേശോ അല്ലെങ്കിൽ ഗുജറാത്തോ ഒന്നുമല്ല, ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. മലയാളികൾക്കൊരു പ്രത്യേക കഴിവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എട്ടിന്റെ പണി തരും മലയാളികൾ. KCA മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി ആവത്തില്ല, ജയിച്ചാലല്ലേ ആവുന്നത്. നാണം കരണോ ജയിക്കാതെ. അതിനുശേഷം ഇപ്പൊ KCA തോറ്റതിന് ശേഷം VD സതീശന് ഒക്കൂല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട്. വേണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും ആക്കുമെന്ന് പറയും. അത് ഉറപ്പല്ലേ? ഇതിപ്പോ എന്തൊക്കെയോ പ്രശ്നം വരാൻ പോവുകയാണ്. ഇത് അതിന്റെ ചെറിയൊരു തുടക്കം മാത്രമാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.